നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഒരു നാടൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെണ്ടക്ക മോരുകറിയാണ് ഞാൻ ഇന്ന് സത്താൻ മെനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു മോരുകറി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ വെണ്ടക്ക മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 3 വെണ്ടക്ക നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ഈ ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്യരുത്, ഏകദേശം ഈ ഒരു നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം മറക്കാതെ തുടയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി മോരുകറിയിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്. അപ്പോൾ 1/4 കപ്പിലും കുറച്ച് അധികം ഉണ്ട് തേങ്ങ ചിരകിയത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെണ്ടക്ക ഒന്ന് വഴറ്റണം. അപ്പോൾ നിങ്ങൾ വെള്ളം തുടച്ചിട്ട് വേണം വെണ്ടക്ക ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വഴുവഴുപ്പ് ഇങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് തുടച്ചിട്ടാണ് വെണ്ടക്ക ചേർക്കുന്നതെങ്കിൽ അധികം വഴുവഴുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ ഈ വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്കയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ നമുക്കിനി ബാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ചേർക്കരുത്, ചെറുതായിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ അതുവരെ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 മുതൽ 3 പേർക്ക് കഴിക്കാവുന്ന ഒരു മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ഗ്രേവി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മോരുകറിയുടെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടി പുളിശ്ശേരിയുടെ ആ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഉണ്ടല്ലോ അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്ക വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഗ്രേവിയിൽ കിടന്ന് തിളക്കുന്ന സമയത്ത് അതിന് ഉപ്പ് പിടിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന തൈരിനൊട്ടും പുളിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടിയുള്ള തൈരാണെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ മോരുകറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെണ്ടക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് കട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത് നമ്മൾ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കില്ലേ, ആ സമയത്ത് ഒരു സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർ മൈദയും ചേർക്കാറുണ്ട്. അപ്പോൾ അരിപ്പൊടി ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നാടനായിട്ടുള്ള വെണ്ടക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ satanmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ് കൂടി അതിലേക്ക് അയക്കാവുന്നതാണ്.
അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്